റോഗ് മാരേജിന് ഒരു സ്റ്റോറി ഉണ്ട്, മൊത്തം കോമഡിയാ. എന്റെ പൊന്നത് ഞങ്ങൾ സ്കൂൾ ടൈമിൽ വിട്ടാതെയാ. വെൽക്കം ബാക്ക് ഗൈസ്. ഞാന് കുറച്ച് തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഫ്രീക്വന്റ് ആയിട്ട് ഇടാൻ സാധിച്ചില്ല. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് ആണ്. അപ്പം റീൽസും സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജസ് ഇൻബോക്സിൽ വരുന്നുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻബോക്സിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന കുറച്ച് മെസ്സേജസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒപ്പം കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ട്. കുറെ മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ട്. അത് എനിക്ക് തന്നെയാണോ അയച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനത്തെ മെസ്സേജസ് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പം ആള് മാറി അയച്ചതായിരിക്കും. എനിവേ നമുക്ക് നോക്കാം. ആദ്യത്തെ മെസ്സേജസ് എല്ലാം നമ്മുടെ കുറെ ഫോളോവേഴ്സ് ഇങ്ങനെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ഹായ് ടോണിച്ചായോ, ഒരു ഹായ് തരാമോ? ഇങ്ങനത്തെ മെസ്സേജസ് നമുക്ക് വരും കേട്ടോ. ഒരു ഹായ് തരാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മള് തിരിച്ച് ഹായ് കൊടുക്കും. പിന്നെ അവരോട് വിശേഷം എന്താണെന്ന് ചോദിക്കും. പിന്നെ ഹായ് അച്ചായ, ഹായ് അച്ചായ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അച്ചായ എന്ന് വിളിക്കുന്നവരുണ്ട്, ടോണിച്ചായ എന്ന് വിളിക്കുന്നവരുണ്ട്. പിന്നെ ഹായ് ടോണിച്ചായ, ഹായ് ചേട്ടാ ഞാൻ ബിഗ് ഫാൻ ആണ്. ഹായ് ചേട്ടാ ഞാൻ വ്ളോഗ് കാണാറുണ്ട്, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, അടിപൊളിയാണ്. ഹായ് ഡിയർ, ഹൗ ആർ യു? പിന്നെ വേറെന്താ? പിന്നെ ഉള്ളത് ഹായ് സാർ, സാറിന്റെ വീഡിയോസ് എല്ലാം സൂപ്പറാണ്. എന്നെ എന്തിനാണ് സാറെന്ന് വിളിക്കുന്നത്? ഓക്കെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചത് എനിക്കറിയത്തില്ല. ഇനിയിപ്പോ വല്ല സ്റ്റോറിക്ക് റിപ്ലൈ അയച്ചതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ വീഡിയോ ഓക്കെ എന്നാണോ പറഞ്ഞത്? ഹലോ, ഞാൻ ഒരു വ്യൂവർ ആണ് ഫ്രം കേരള. നമുക്ക് കൂടുതലും പ്രേക്ഷകർ വരുന്നത് കേരളത്തിൽ നിന്ന് കേട്ടോ. പിന്നെ കേരളത്തിൽ നിന്നുണ്ട് ദുബായ്, എന്നിട്ട് UK, ഇവിടെ നിന്നുള്ള മലയാളികളും ഒക്കെയാണ് നമ്മുടെ വീഡിയോസ് കൂടുതലും കാണുന്നത് കേട്ടോ. നൈസ് മീറ്റിംഗ് യു ബ്രോ. ഇവിടെ നമ്മൾ സിംഗപ്പൂരുള്ള ഫോളോവേഴ്സിനെ ഞാൻ ഇവിടെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ അവർ നമ്മളോട് ഒന്ന് സംസാരിക്കും. പിന്നെ തന്നെയല്ല, അവർ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതങ്ങനെ സംഭവിക്കൂ. യുവർ വീഡിയോസ് ആർ നൈസ് ആൻഡ് ഇൻഫോർമേറ്റീവ്. ബൈ ചാൻസ് ഡു യു ഹാവ് എനി ഐഡിയ ഇഫ് സമ്മൺ ഈസ് ഹയറിംഗ് ഫോർ ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ജോബ്സ്? ഐ നീഡ് യുവർ ഹെൽപ്പ് പ്ലീസ്. ഞാൻ വേറൊരു മെസ്സേജ് അങ്ങോട്ട് കാണിച്ചു തരാം. എനിക്ക് എന്തെങ്കിലും ഒരു ജോബ് ശരിയാക്കി തരുമോ പ്ലീസ്? അപ്പൊ ഇങ്ങനത്തെ മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും അഡ്വൈസ് ചെയ്യാറുള്ളത് നിങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ജോബ് പോർട്ടലിൽ പോയിട്ട് ജോബ് അപ്ലൈ ചെയ്യുക, കമ്പനി ജെന്യൂൻ ആണോ നോക്കുക. ഈ ലോകത്തിലൊരു ഹായ് പ്ലീസ് കീപ് ഇൻ ടച്ച് വെനെവർ യു ആർ ട്രാവലിംഗ് ടു ദുബായ്, ഡു ലെറ്റ് മീ നോ. ഇങ്ങനത്തെ കുറച്ച് മെസ്സേജസ് നമുക്ക് വരാറുണ്ട് കേട്ടോ. ദുബായില്, എന്നിട്ട് അയർലൻഡ്, ഓസ്ട്രേലിയ, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവർ പറയും നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്ക്, നമുക്ക് മീറ്റ് ചെയ്യാവുന്ന. അപ്പൊ ഞാൻ ഇനി യാത്ര ചെയ്യാതെ ഞാൻ ഇവർക്കെല്ലാം മെസ്സേജ് അയക്കുന്നതാണ്. എല്ലാരെയും എനിക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന വാച്ച് ഏതാ? ഈ കണ്ണാടിയൊക്കെ മാറ്റിയിട്ട് സൺഗ്ലാസ് വെക്കണം. ആ ടീഷർട്ട് കഴുകാറുണ്ടോ? പഴം ചക്ക. ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് കമ്പനി കേരള. ഇതൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സെല്ലിംഗ് ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്പിനോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിനോ അതുമല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിരവധി അക്കൗണ്ടുകൾ. സ്കാം ആണെന്ന് കേട്ടോ ഗൈസ്. വീട്ടിലിരുന്ന് ഒഴിവു സമയം മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്തുകൊണ്ട് മാസം 2000 മുതൽ 8000 വരെ ഉണ്ടാക്കാം. ജൂൺ മാസത്തേക്ക് 20 അർജന്റ് വേക്കൻസികളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. 2000 മുതൽ 8000 രൂപ വരെ ഉണ്ടാക്കാം. വീട്ടിലിരുന്ന് ഒഴിവു സമയം. പ്രശ്നം നമുക്ക് ഒഴിവു സമയമില്ല, മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്താൽ മതി. മൊബൈൽ ഫോൺ ഉണ്ട്. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ്. ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. കുഞ്ഞു മോഹങ്ങൾ ഇനി ഹൈ സ്പീഡിൽ പറക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് കളിപ്പാട്ടങ്ങളുടെ വിശാലമായ കളക്ഷൻസ്
കിഡ്സ്, കാർ, ബൈക്ക് ആൻഡ് ജീപ്പ്. നിങ്ങൾ ദൂരത്താണെങ്കിലും ഞങ്ങൾ അടുത്തുണ്ട്. വീട്ടിൽ സേഫായി എത്തിച്ചു കൊടുത്തോളാം. ഞങ്ങളുടെ വിശാലമായ ഷോറൂമിൽ വന്ന് സെലക്ട് ചെയ്യാനുള്ള സൗകര്യം. ഇതെന്താ ഇത് സംഭവം? ഇത് നമ്മൾ ടോയ്സ് ഡെലിവറി ചെയ്യുന്ന സാധനമാണോ? ഹലോ, പ്ലീസ് അലോ മീ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ദിസ് ഈസ് ദ ഒഫീഷ്യൽ ടിക്ടോക്ക് ഇൻ അസോസിയേഷൻ വിത്ത് the Infander Influencer Marketing Agency. We are currently looking for people who are interested in earning a side income. The job is simple and pocket money every day. Following TikTok mentions there is no charge for world. If you have some spare time, feel free to participate. ഏറ്റവും അവസാനമായിട്ട് ഈ കഴിഞ്ഞ ദിവസം രാവിലെ വന്ന ഒരു മെസ്സേജാണ്. ഡയബറ്റീസ് മൂലം ജീവിതം തന്നെ മടുത്തോ? സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നതിലൂടെ ഒരുപാട് പ്രോബ്ലം നമുക്ക് വന്നു ചേരുന്നു. അതിനൊരു പരിഹാരം ആവശ്യമാണെങ്കിൽ ഈ ഗ്രൂപ്പ് നിങ്ങൾക്കുള്ളതാണ് ഗൈസ്. ഞാൻ ആദ്യം നോക്കുന്നത് നമ്മുടെ ഇൻബോക്സിൽ വരുന്ന മെസ്സേജസ് നമ്മുടെ ഫോളോവേഴ്സ് അയക്കുന്നതാണോ. ഫോളോവേഴ്സ് അയക്കുന്നതാണെങ്കിൽ നമ്മൾ അതിന് ജെന്യൂൻ ആയിട്ടുള്ള റെസ്പോൺസും റിപ്ലൈയും നമ്മൾ കൊടുക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇൻഫർമേഷനും ഒക്കെ നമ്മൾ ചെയ്യും. ഇപ്പോഴത്തെ വെറൈറ്റി ആയിട്ടുള്ള മെസ്സേജസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യും. നമുക്കറിയാം എല്ലാവർക്കും വരുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ലിങ്കുകൾ, ഫോണ്, ഇങ്ങനത്തെ ഇതുപോലൊന്നും നമ്മളെ വിളിക്കാതിരിക്കുക. ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലതാണ്. അക്കൗണ്ട് ആ മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അക്കൗണ്ട് ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഏറ്റവും അവസാനം വന്നത് ഈ ഒരു മെസ്സേജാണ്. അപ്പോൾ see you guys later. This is Tony Chan Singapore signing out. Bye. തൽക്കാലം ഇത്രയും മതി. അപ്പൊ ഞാൻ പോട്ടെ. എനിക്ക് പോയിട്ട് ആളെ കാണാൻ.